യോഗ വെറുമൊരു പരിശീലനം മാത്രമല്ല, മനസ്സിനെ കീഴടക്കുന്ന ഒരു കലാസൃഷ്ടിയാണ്. യോഗ ചിത്തവൃത്തി നിരോധ പതഞ്ജലി മഹർഷിയുടെ അഗാധമായ നിർവചനം ദുഷിച്ച മാനസിക ചന്തകളെ നിശബ്ദമാക്കാനും നമ്മുടെ ആന്തരിക നിശ്ചലത കണ്ടെത്താനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എ.ബി.സി.ഡി ഓഫ് ലൈഫ് യൂണിവേഴ്സൽ യോഗ ക്ലാസ്സിലൂടെ അഭ്യസിച്ചുകൊണ്ട് യോജിപ്പിലൂടെയും സന്തോഷത്തോടെയും ആരോഗ്യകരമായ ജീവിതയാത്ര മുന്നോട്ടു നയിക്കാം. പ്രവർത്തനം മനുഷ്യ ജീവിതത്തിലെ ഒരു അനിവാര്യ വശമാണ്. വിശ്വാസങ്ങളെ, അഭിലാഷങ്ങളെ, മൂല്യങ്ങളെ വാസ്തവികമായ ഫലങ്ങളാക്കി മാറ്റുന്നതാണ്. വ്യക്തിഗത വളർച്ചയ്ക്കും സാമൂഹ്യ വികസനത്തിനും ഇത് അത്യന്തം അനിവാര്യമാണ്. മാറ്റത്തെ പ്രചോദിപ്പിക്കുന്നു, ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു, സമൂഹത്തിൽ സംഭാവനകൾ നൽകുന്നു. A4 അവയർനെസ്, അവബോധം, നമ്മുടെ സമീപ പരിസരത്തിലെയും പ്രവർത്തനങ്ങളുടെ സ്വാധീനത്തിലെയും ബോധവൽക്കരണം. C4 കമ്മിറ്റ്മെന്റ്, സമർപ്പിതത്വം, വ്യക്തിഗത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലുള്ള പ്രതിബദ്ധത. T4 ടെനാസിറ്റി, തീവ്രത, തടസ്സങ്ങൾ മറികടക്കാനുള്ള ഉറപ്പ്. I4 ഇൻറ്റെൻഷൻ, ഉദ്ദേശം, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾക്ക് പിന്നിലുള്ള ലക്ഷ്യം. O4 ഓർഗനൈസേഷൻ, കാര്യക്ഷമമായി പദ്ധതിയിടാനും നടപ്പിലാക്കാനുള്ള കഴിവ്. N4 നൂറിഷ്മെന്റ്, പോഷണം, വ്യക്തിഗത സ്വയം പരിശ്രമത്തിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനുമുള്ള ആവശ്യകതയെ നിഴലിപ്പിക്കുന്നു. സാമൂഹ്യ വളർച്ചയ്ക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തിഗത വിഷനി, സാമൂഹ്യ ഉത്തരവാദിത്വം, സ്വയം വിമർശനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിരന്തര സൂക്ഷ്മ പ്രവർത്തനങ്ങൾ, സ്വയം വിലയിരുത്തൽ, അർത്ഥപൂർണമായ സാമൂഹ്യ പങ്കാളിത്തം, പ്രതിവിധി കഴിവ് എന്നിവ വിജയത്തിനുള്ള കാതൽ ഘടകങ്ങളാണ്. വ്യക്തിഗത സംതൃപ്തിയും സാമൂഹ്യ മെച്ചവും ഉറപ്പാക്കുന്നു. നന്ദി. വിശ്വാസം മനുഷ്യ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ്. ചിന്തകൾ, പ്രവർത്തനങ്ങൾ, ബന്ധങ്ങൾ എന്നിവയിലൂടെ രൂപപ്പെടുന്നു. ഇത് വ്യക്തിപരമായ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നു. ഇവ ഉറവിടം, നിലനിൽപ്പ്, സമൂഹത്തിലെ ജീവിതത്തിന് അർത്ഥം എന്നിവ വികസിപ്പിക്കുന്ന, കൂടാതെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും സാമൂഹ്യ പുരോഗതിക്കും വഴിയൊരുക്കുന്നു. ബിലീവ് അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. B4 ബ്രേവറി, ധീരത, സാഹസിക പ്രവർത്തനത്തിനുള്ള ധൈര്യം, ഭയങ്ങളെ നേരിടൽ, കഷ്ടപ്പാടുകളിലൂടെ മുന്നേറൽ. E4 എപതി, സഹാനുഭൂതി, സ്വയത്തെയും മറ്റുള്ളവരെയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുക. L4 ലവ്, സ്നേഹം, അനുകമ്പ, ഔദാര്യം, നിഷ്കളങ്കമായ സ്നേഹം പുലർത്തുക. I4 ഇന്റലിജൻസ്, വിവേക് ശക്തി, വിമർശനാത്മക ചിന്തയുടെ ശക്തി, പ്രശ്നനിവാരണവും ജീവിതത്തിലെ വെല്ലുവിളികളെ മറികടക്കുന്ന പഠനവും. E4 എംപവർമെന്റ്, പരിഷ്കരിക്കൽ, സ്വയത്തെയും മറ്റുള്ളവരെയും പരസ്പരം പിന്തുണയ്ക്കുകയും ഉയർത്തുകയും ചെയ്യുക. V4 വിഷൻ, ദർശനം, ഉന്നതമായ ലക്ഷ്യത്തിനും പങ്കിട്ട മൂല്യങ്ങൾക്കും കൂടി ചേർക്കുക. E4 ഇവല്യൂഷൻ, പരിണാമം, വളർച്ച, പഠനം, പരിവർത്തനം തുടങ്ങിയവ സ്വീകരിക്കുക. വിശ്വാസം മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയുടെ ഒരു പരിവർത്തനാത്മക യാത്രയാണ്. അന്തഃശക്തി, സഹാനുഭൂതി, പ്രതിരോധശേഷി എന്നിവ മനസ്സിലാക്കി അത് വളർത്തുക. ഇതിൽ നിരന്തര പഠനം, മൂല്യങ്ങളുമായി കൂടി ചേരൽ, സാമൂഹ്യ പുരോഗതിക്കായി പിന്തുണ നൽകുന്ന ബന്ധങ്ങൾ വളർത്തൽ എന്നിവ ഉൾപ്പെടുന്നു. ആദ്യം നമ്മളെ തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാക്കുക. നന്ദി. മികച്ച ആശയവിനിമയം മനുഷ്യബന്ധങ്ങളിലും സമവായത്തിലും നിർണായകമാണ്. ഇത് ആശയങ്ങൾ, വികാരങ്ങൾ, വിവരങ്ങൾ എന്നിവയുടെ പരസ്പര കൈമാറ്റത്തെ ഉൾക്കൊള്ളുന്നു. ആശയവിനിമയ കഴിവുകൾ മികച്ചതാക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ജീവിതത്തിലെ വെല്ലുവിളികൾ പ്രതിരോധിക്കാനും സഹായിക്കും. കമ്മ്യൂണിക്കേഷൻ അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. C4 ക്ലാരിറ്റി, വ്യക്തത, നമ്മുടെ സന്ദേശം സുതാര്യവും മനസ്സിലാക്കാൻ എളുപ്പവുമാക്കുക. O4 ഓപ്പൺനെസ്, തുറന്ന മനസ്സ്, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയും പ്രതികരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. M4 മൈൻഡ്ഫുൾനെസ്, മനസാന്നിധ്യം, ആശയവിനിമയ സമയത്ത് സുതാര്യവും ശ്രദ്ധാലുവുമായിരിക്കുക. M4 മൈൻഡ്ഫുൾനെസ്, പ്രാധാന്യം, ഉത്തമവും പ്രസക്തവുമായ സന്ദേശങ്ങൾ കൈമാറുക. U4 അണ്ടർസ്റ്റാൻഡിംഗ്, അവബോധം, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും വികാരങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. N4 നൺവെർബൽ ക്ലൂ, അവാചക സൂചനകൾ, ശരീരഭാഷ, ശബ്ദഭാവം, മുഖഭാവങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. I4 ഇന്റൻഷാലിറ്റി, ഉദ്ദേശ്യം, ഉദ്ദേശ്യശുദ്ധിയും ശ്രദ്ധയും കൈമാറുന്ന ആശയവിനിമയം നടത്തുക. C4 കമ്പാഷൻ, കൃപ, സഹാനുഭൂതിയും ദയയും കാണിക്കുക. A4 അഡാപ്റ്റബിലിറ്റി, ഏൽപ്പെടൽ, ആശയവിനിമയ രീതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. T4 ട്രാൻസ്പെറൻസി, സുതാര്യത, നിങ്ങളുടെ സന്ദേശങ്ങൾ ഉള്ളതും നേരായതുമാക്കുക. I4 ഇൻക്ലൂസീവ്നെസ്, ഏകോപനം, ആശയവിനിമയത്തിൽ വിവിധ അഭിപ്രായങ്ങളും ശബ്ദങ്ങളും ഉൾപ്പെടുത്തുക. O4 ഔണർഷിപ്പ്, ഉത്തരവാദിത്തം, നിങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. N4 നെച്ചുറിങ്,
പോഷണം ഫലപ്രദമായ ആശയവിനിമയത്തിലൂടെ ബന്ധങ്ങൾ വളർത്തി പരിപോഷിപ്പിക്കുക. ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്താൻ വ്യക്തിഗത വളർച്ച, സഹാനുഭൂതി, അവബോധം, സജീവ ശ്രവണശേഷി, വാചകാവാച കഴിവുകൾ, പ്രകടന പരിശീലനം, ഗുണപരമായ പ്രതികരണം, വികാരബുദ്ധി, സഹാനുഭൂതി, ആദരവ്, ലളിതവൽക്കരണം, സുതാര്യത, സ്വാഭാവികത, സ്ഥിരമായ അഭ്യാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ കഴിവുകൾ നല്ല പോലെ മനസ്സിലാക്കിയും നിയന്ത്രിച്ചും സംഭാഷണം നടത്തിയാൽ അർത്ഥവത്തായ ബന്ധങ്ങൾ വളർത്താൻ സഹായിക്കും. നന്ദി. അച്ചടക്കം എന്നത് ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സ്വയം നിയന്ത്രണം, ഉദ്ദേശ്യപൂർവകമായ പ്രവർത്തനങ്ങൾ, തുടർച്ചയായ പഠനം എന്നിവയിലൂടെ വ്യക്തികളെ ശാക്തീകരിക്കുന്ന ഒരു പ്രധാന വ്യക്തിഗത ഗുണമാണ്. അച്ചടക്കം വളർത്തിക്കൊണ്ടുപോകുന്നതിലൂടെ വ്യക്തികൾക്ക് ശക്തമായ ഉത്തരവാദിത്വബോധം, സ്വയം അവബോധം, വ്യക്തിപരമായ വളർച്ച എന്നിവ വികസിപ്പിക്കാൻ കഴിയും. അത് കൂടുതൽ സന്തുലിതമായ സമൂഹത്തിനും അർത്ഥവത്തായ പുരോഗതിക്കും കാരണമാകും. ഡിസിപ്ലിൻ അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. ഡി ഫോർ ഡെഡിക്കേഷൻ, ആത്മസമർപ്പണം, ലക്ഷ്യങ്ങളോടും മൂല്യങ്ങളോടും ഉള്ള പ്രതിബദ്ധത. ഐ ഫോർ ഇന്റൻഷനാലിറ്റി, കരുതലോടെ ഉദ്ദേശ്യപൂർവകമായ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും. എസ് ഫോർ സെൽഫ് അവയർനെസ്, ആത്മാവബോധം, സ്വന്തം ശക്തികളെയും ദൗർബല്യങ്ങളെയും വികാരങ്ങളെയും മനസ്സിലാക്കൽ. സി ഫോർ കൺസിസ്റ്റൻസി, ഉൾക്കൊള്ളുക, നിരന്തരമായ പരിശ്രമവും ദിനചര്യയും. ഐ ഫോർ ഇന്നോവേഷൻ, പുതുമ, സർഗാത്മകതയും പുതിയ ആശയങ്ങളും സ്വീകരിക്കൽ. പി ഫോർ പേഷ്യൻസ്, സഹനശക്തി, പ്രതിസന്ധികളെയും പരാജയങ്ങളെയും അതിജീവിക്കൽ. എൽ ഫോർ ലേണിംഗ്, പാണ്ഡിത്യം, തുടർച്ചയായ വളർച്ചയും സ്വയം പരിഷ്കരണവും. ഐ ഫോർ ഇന്റഗ്രിറ്റി, സമന്വയിപ്പിക്കൽ, പ്രവർത്തനങ്ങളെ മൂല്യങ്ങളുമായും തത്വങ്ങളുമായും യോജിപ്പിക്കൽ. എൻ ഫോർ നേർച്ചർ, പരിപോഷണം, ശാരീരിക, മാനസിക, വൈകാരിക ക്ഷേമത്തിനായുള്ള പരിചരണം. ഇ ഫോർ എക്സലൻസ്, ഉജ്ജ്വല പ്രകടനം, ഗുണനിലവാരത്തിനും പരിപൂർണതയ്ക്കും വേണ്ടിയുള്ള പരിശ്രമം. ജീവിതത്തിലും സമൂഹത്തിലും അച്ചടക്കം വർദ്ധിപ്പിക്കുന്നതിന് വ്യക്തമായ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുക, ദിനചര്യ വികസിപ്പിക്കുക, സ്വയം അവബോധം പരിശീലിക്കുക, ക്ഷമ വളർത്തുക, തുടർച്ചയായ പഠനത്തെ സ്വീകരിക്കുക, പ്രവർത്തനങ്ങളെ മൂല്യങ്ങളുമായി യോജിപ്പിക്കുക, ക്ഷേമത്തിന് മുൻഗണന നൽകുക, മികവിനായി പരിശ്രമിക്കുക, പിന്തുണയുള്ള ആളുകളാൽ ശക്തിപ്പെടുത്തുക, ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. നന്ദി. ശാരീരിക ക്ഷമത, മാനസികാരോഗ്യം, മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയ്ക്ക് ശരിയായ വ്യായാമം അത്യാവശ്യമാണ്. രക്തചംക്രമണം മെച്ചപ്പെടുത്തുക, പേശികളെ ശക്തിപ്പെടുത്തുക, സഹനശക്തി വർദ്ധിപ്പിക്കുക, സഹിഷ്ണുത വർദ്ധിപ്പിക്കുക എന്നിവ വ്യായാമം ചെയ്യുന്നതിലൂടെ വർദ്ധിപ്പിക്കാം. വ്യായാമം ശരീരത്തെയും മനസ്സിനെയും ഉന്മേഷിപ്പിക്കുന്നു, സമ്മർദ്ദം കുറയ്ക്കുന്നു, അമിതവണ്ണവും ഹൃദ്രോഗങ്ങളും പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തടയുന്നു, രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു, ഉന്മേഷം പ്രോത്സാഹിപ്പിക്കുന്നു, വൈകാരിക സന്തുലനത്തെയും സാമൂഹിക ഇടപെടലിനെയും സ്വാധീനിക്കുന്നു. എക്സർസൈസ് എന്നതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. ഇ ഫോർ എനർജി ബൂസ്റ്റ്, ഊർജ്ജവർദ്ധന, ശരീരത്തെയും മനസ്സിനെയും പുനരുജ്ജീവിപ്പിക്കുന്നു. എക്സ് ഫോർ എക്സ്പ്ലോർ പൊറ്റൻഷ്യൽ, സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യുക, പരിധികളെ വെല്ലുവിളിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇ ഫോർ എൻഡുറൻസ്, സഹിഷ്ണുത, ദീർഘകാല പ്രവർത്തനത്തിന് ഹൃദയത്തെയും പേശികളെയും ശക്തിപ്പെടുത്തുന്നു. ആർ ഫോർ റിലാക്സേഷൻ, വിശ്രമം, സമ്മർദ്ദം കുറയ്ക്കുകയും മാനസിക ശാന്തത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സി ഫോർ സർക്കുലേഷൻ, രക്തചംക്രമണം, മികച്ച അവയവ പ്രവർത്തനത്തിന് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. ഐ ഫോർ ഇമ്മ്യൂണിറ്റി, പ്രതിരോധശേഷി, ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ വർദ്ധിപ്പിക്കുന്നു. എസ് ഫോർ സ്ട്രെങ്ത്, ശക്തി, പേശിശക്തിയും അസ്ഥി സാന്ദ്രതയും വികസിപ്പിക്കുന്നു. ഇ ഫോർ എൻജോയ്മെന്റ്, ആസ്വാദനം, ആകർഷകമായ പ്രവർത്തനങ്ങൾ വഴി സന്തോഷത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. വ്യായാമ പരിശീലനം മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തികൾ യാഥാർത്ഥ്യബോധമുള്ള ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുകയും ആസ്വാദ്യകരമായ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുകയും പിന്തുണാപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും വേണം. സ്കൂളുകളും ജോലിസ്ഥലങ്ങളും ക്രമബദ്ധമായ പരിപാടികൾ വഴി കൃത്യമായ ശാരീരിക പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കണം. ജീവിതശൈലിയായി വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് സുസ്ഥിരമായ ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നു. നന്ദി. ഫോക്കസ് എന്നത് വ്യക്തികളെ അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന ഒരു മാനസിക തന്ത്രമാണ്. അത് ശ്രദ്ധിക്കാതെയും ചിന്തിക്കാതെയും ചെയ്യുന്ന പ്രവൃത്തികളെ ഒഴിവാക്കിയും പ്രത്യേക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ജാഗ്രതയോടെ നിലനിർത്തുകയും ചെയ്യുന്നു. ശ്രദ്ധ എങ്ങോട്ട് പോകുന്നുവോ അവിടേക്ക് കൂടുതൽ ഊർജം ഒഴുകുന്നു. ഫോക്കസ് അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. എഫ് ഫോർ ഫിക്സേഷൻ, ഉറപ്പിക്കൽ, പ്രത്യേക ജോലിയിലോ ലക്ഷ്യത്തിലേക്കോ ശ്രദ്ധയെ കൊടുക്കുക. ഒ ഫോർ ഓർഗനൈസേഷൻ, രൂപീകരണം, പ്രവർത്തനങ്ങൾക്കും തന്ത്രങ്ങൾക്കും ഊർജം പരമാവധി ഫലപ്രദമാക്കുക. സി ഫോർ കോൺസെൻട്രേഷൻ, ഏകാഗ്രത, ശ്രദ്ധ നിലനിർത്തുകയും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തികളെ ഒഴിവാക്കുകയും ചെയ്യുക. യു ഫോർ അണ്ടർസ്റ്റാൻഡിംഗ്, മനസ്സിലാക്കുക, വ്യക്തമായ കാഴ്ചപ്പാടുകളിലൂടെ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ലക്ഷ്യത്തിന്റെ പൂർണ്ണത മനസ്സിലാക്കുക. എസ് ഫോർ സസ്റ്റനൻസ്, നിലനിർത്തൽ, കരുത്തും പ്രചോദനവും സമയത്തിനൊപ്പം നിലനിർത്തുക.
ശ്രദ്ധ മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തമായി ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക, ഊർജവും സമയവും പ്രയത്നവും നഷ്ടപ്പെടുന്ന പ്രവർത്തികളെ ഒഴിവാക്കുക, സാഹചര്യങ്ങൾക്ക് അനുസരിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ എളുപ്പമുള്ള ഘട്ടങ്ങളായി വിഭജിക്കുക, യോഗ പോലെ ഉള്ള പരിപൂർണ ശ്രദ്ധ വ്യായാമങ്ങൾ അഭ്യസിക്കുക, ഇടവേളകൾ എടുക്കുക, ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുക. ഇതിലൂടെ കൂടുതൽ ഉൽപാദനക്ഷമതയും വിജയവും നേടാൻ കഴിയും. നന്ദി. ഇന്ത്യൻ ദർശനത്തിൽ ഗുണങ്ങളുടെ സങ്കല്പം മനുഷ്യരുടെ പെരുമാറ്റവും വൈകാരിക മാനസിക അവസ്ഥകളും രൂപപ്പെടുത്തുന്ന 3 അടിസ്ഥാന ഗുണങ്ങളെ തിരിച്ചറിയുന്നു. സത്വോ പരിശുദ്ധി, ഐക്യം, സമതുലിതാവസ്ഥ; രജസ് ഉത്സാഹം, തീവ്രപ്രവർത്തനം, ഊർജ്ജസ്വലത; തമസ് ജഡത്വം, മന്ദർ അജ്ഞാനം എന്നിവയാണ് ഈ ഗുണങ്ങൾ. ഈ ഗുണങ്ങളെ മനസ്സിലാക്കുകയും സന്തുലിതമാക്കുകയും ചെയ്യുന്നത് വ്യക്തിപരമായ വളർച്ചയ്ക്കും സാമൂഹിക സന്തുലനത്തിനും പ്രധാനമാണ്. ഗുണാസ് അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. G ഫോർ ഗൈഡൻസ്, സത്വത്തെ വളർത്തുക. U ഫോർ അൺലീഷിംഗ്, രജസിനെ പ്രയോജനപ്പെടുത്തുക. N ഫോർ നാവിഗേറ്റിംഗ്, തമസിനെ അംഗീകരിക്കുക. A ഫോർ ആക്ടിംഗ്, മനസാക്ഷിയുള്ള പ്രവർത്തനം. S ഫോർ സ്ട്രൈവിംഗ്, പരിശ്രമിക്കുക. വ്യക്തിപരവും സാമൂഹികവുമായ വിഷമഘട്ടങ്ങളിൽ ഐക്യത്തിനും വിജയത്തിനും വേണ്ടി പ്രയത്നിക്കുക. ധ്യാനം, യോഗ, ആഴത്തിലുള്ള ശ്വസനം തുടങ്ങിയ മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകളിലൂടെ സാത്വിക ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ വ്യക്തതയും സമനിലയും പ്രോത്സാഹിപ്പിക്കുന്നു. സർഗാത്മകതയിൽ ഏർപ്പെടുന്നത് രജസിന്റെ ഊർജ്ജത്തെ ഉൽപാദനക്ഷമമാക്കുന്നു. അതേസമയം അശ്രദ്ധകളും പ്രതികൂല സ്വാധീനങ്ങളും ഒഴിവാക്കുന്നത് തമസിനെ ചെറുക്കാനും സ്തംഭനാവസ്ഥ തടയാനും സഹായിക്കും. നന്ദി. ആരോഗ്യം എന്നത് ശാരീരിക, മാനസിക, സാമൂഹിക വശങ്ങളെ ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു സുഖാവസ്ഥയാണ്. ഇത് രോഗങ്ങളുടെ അഭാവം മാത്രമല്ല, പൂർണ്ണമായി തിളങ്ങുന്ന ഒരു സാഹചര്യമാണ്. ആരോഗ്യമുള്ള വ്യക്തി ശാരീരികമായി സൗഖ്യത്തോടെയും മാനസികമായി ശക്തനായും സാമൂഹികമായി ബന്ധങ്ങൾ ഉള്ളവരായിരിക്കും. ഹെൽത്ത് അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. H ഫോർ ഹൈജീൻ, വൃത്തിയും വ്യക്തിശുചിത്വവും പാലിക്കുക. E ഫോർ എനർജി, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പര്യാപ്തമായ ഊർജ്ജനില. A ഫോർ അവയർനെസ്, സ്വന്തം ആരോഗ്യത്തിലും ജീവിതശൈലി പതിവുകളിലും പരിസ്ഥിതി എന്നിവയെക്കുറിച്ചുള്ള അവബോധം. L ഫോർ ലൈഫ് സ്റ്റൈൽ, സന്തുലിത ഭക്ഷണം, ശ്വസനം, വ്യായാമം, ഉറക്കം എന്നിവ ഉൾപ്പെടെയുള്ള ആരോഗ്യകരമായ ജീവിതശൈലി. T ഫോർ ട്രസ്റ്റ്, ആരോഗ്യപ്രദാതാക്കളിലും സ്വയം വിശ്വാസം വളർത്തുക. H ഫോർ ഹാപ്പിനെസ്, പോസിറ്റീവ് വികാരങ്ങളും സംതൃപ്തിയും വളർത്തുക. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നാം ശരിയായ വ്യായാമം, ശരിയായ ശ്വസനം, ശരിയായ ഭക്ഷണക്രമം, ശരിയായ വിശ്രമം, പോസിറ്റീവ് ചിന്ത, ധ്യാനം, പതിവ് ആരോഗ്യ പരിശോധനകൾ, ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ, സമ്മർദ്ദത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുക തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകണം. ഈ തന്ത്രങ്ങൾ സമ്മർദ്ദം കുറയ്ക്കുക, ശ്രദ്ധ മെച്ചപ്പെടുത്തുക, ശക്തമായ ബന്ധങ്ങൾ വളർത്തുക എന്നിവയിലൂടെ കൂടുതൽ സന്തുഷ്ട ജീവിതത്തിലേക്ക് നയിക്കും. ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുന്നതും അത്യാവശ്യമാണ്. നന്ദി. വിശകലന ചിന്ത, സഹാനുഭൂതി, അവബോധം എന്നിവയിലൂടെ സങ്കീർണമായ സാഹചര്യങ്ങളെയും ആളുകളെയും പ്രവർത്തനങ്ങളും ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവാണ് ഉൾക്കാഴ്ച. ഇൻസൈറ്റ് അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. I ഫോർ ഇൻറ്റ്യൂഷൻ, അന്തർജ്ഞാനം, ഒരാളുടെ ജന്മവാസനാ ബോധത്തിലും ആന്തരിക ജ്ഞാനത്തിലും വിശ്വസിക്കൽ. N ഫോർ നീബൽനെസ്, വൈദഗ്ധ്യം, പുതിയ വിവരങ്ങളോടും കാഴ്ചപ്പാടുകളോടും പൊരുത്തപ്പെടുന്നതും തുറന്നിരിക്കുന്നുള്ള കഴിവ്. S ഫോർ സെൻസിറ്റിവിറ്റി, സംവേദനക്ഷമത, തന്നോടും മറ്റുള്ളവരോടും സഹാനുഭൂതിയും അനുകമ്പയും പരിശീലിക്കുക. I ഫോർ എൻക്വയറി, അന്വേഷണം, തുടർച്ചയായ പഠനം, സ്വയം പ്രതിഫലനം, വിമർശനാത്മക ചിന്ത എന്നിവയിൽ ഏർപ്പെടുന്നു. G ഫോർ ഗ്രോത്ത്, വളർച്ച, വ്യക്തിപരവും കൂട്ടായതുമായ വളർച്ചയ്ക്കുള്ള വെല്ലുവിളികളും അവസരങ്ങളും സ്വീകരിക്കൽ. H ഫോർ ഹോളിസം, സിസ്റ്റങ്ങൾ, ആളുകൾ, പരിസ്ഥിതി എന്നിവയുടെ പരസ്പരബന്ധം കണക്കിലെടുക്കുന്നു. T ഫോർ ട്രസ്റ്റ്, വിശ്വാസം, തന്നിലും മറ്റുള്ളവരിലും പ്രപഞ്ചത്തിലും വിശ്വാസം വളർത്തുക. ഉൾക്കാഴ്ച മെച്ചപ്പെടുത്തുന്നതിന് ശ്രദ്ധ, ധ്യാനം, സ്വയം പ്രതിഫലനം, തുടർച്ചയായ പഠനം, വൈവിധ്യമാർന്ന വീക്ഷണങ്ങൾ, സജീവമായ ശ്രവണം, സഹാനുഭൂതി, പോസിറ്റീവ് ചിന്തകൾ എന്നിവ പോലുള്ള പരിശീലനങ്ങൾ വളർത്തിയെടുക്കുക. ഉൾക്കാഴ്ച വികസിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും സങ്കീർണമായ വെല്ലുവിളികളെ തിരിച്ചറിയാനും കൂടുതൽ യോജിപ്പുള്ളതും അനുകമ്പയുള്ളതുമായ ഒരു സമൂഹത്തിന് സംഭാവന നൽകാനും കഴിയും. നന്ദി. ജോയിൻ എന്നത് മനുഷ്യബന്ധങ്ങളുടെയും സംയോജനത്തിന്റെയും അർത്ഥവത്തായ ബന്ധങ്ങളുടെയും യോജിപ്പാണ്. ഇത് സങ്കല്പനാത്മക ബന്ധങ്ങളെ, പങ്കിട്ട അനുഭവങ്ങളെ, വൈകാരിക ബോധ്യത്തെയും ഉൾക്കൊള്ളുന്നു. ഈ ബന്ധങ്ങളെ വളർത്തുന്നത് നമ്മുടെ സുഖാവസ്ഥയ്ക്കും സന്തോഷത്തിനും മൊത്തത്തിലുള്ള ജീവിത നിലവാരത്തിനും അത്യാവശ്യമാണ്. സംശയം ബന്ധത്തെ തടസ്സപ്പെടുത്തുകയും ദീർഘകാല രോഗങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നു. യോഗാഭ്യാസം ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്നു, എതിർപ്പിനെ കുറയ്ക്കുകയും ആരോഗ്യകരമായ ചിന്തകളെയും കോശങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ജോയിൻ ന്റെ ഫ്രെയിംവർക്ക്
J4 ജേണി യാത്രയെ സൂചിപ്പിക്കുന്നു. ബന്ധങ്ങളിലെ നിരന്തരമായ വളർച്ചയെ ഊന്നിപ്പറയുന്നു. O4 ഓപ്പണേഴ്സ് തുറന്ന മനസ്സിനെ സൂചിപ്പിക്കുന്നു. ദുർബലതയുടെയും സത്യസന്ധതയുടെയും പ്രാധാന്യത്തെ എടുത്തുകാണിക്കുന്നു. I4 ഇൻറ്റിമസി അടുപ്പം സൂചിപ്പിക്കുന്നു. വൈകാരിക ബന്ധങ്ങളുടെ ആഴത്തെ പ്രതിഫലിപ്പിക്കുന്നു. N4 നൂറിഷ്മെന്റ് പോഷണത്തെ സൂചിപ്പിക്കുന്നു. ബന്ധങ്ങൾ വളർന്നു വരാൻ ആവശ്യമായ പരിചരണത്തെയും ശ്രദ്ധയെയും ഊന്നിപ്പറയുന്നു. ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സ്വയം വിശ്വാസം, അർത്ഥപൂർണമായ പ്രയത്നം, സജീവമായ ശ്രദ്ധ, സത്യസന്ധത, പങ്കിട്ട പ്രവർത്തനങ്ങൾ, ക്രമമായ സ്വയം പരിശോധന എന്നിവ ആവശ്യമാണ്. നന്ദി. അറിവ് എന്നത് വിവരങ്ങൾ, കഴിവുകൾ, അനുഭവങ്ങൾ എന്നിവയുടെ സംയോജനമാണ്. അത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ AI നയിക്കുന്ന കാലഘട്ടത്തിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന അസംസ്കൃത വിവരങ്ങൾ അർത്ഥവത്തായ കാഴ്ചപ്പാടുകളാക്കി മാറ്റുന്നതിന് മനുഷ്യബോധം നിർണായക പങ്ക് വഹിക്കുന്നു. നോളേജ് ഫ്രെയിംവർക്ക് K4 നോയിങ് അറിയൽ, അറിവും ആശയങ്ങളും തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. N4 നേവിഗേറ്റിംഗ് ഗതിനിയന്ത്രണം, സങ്കീർണ സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും നേരിടാൻ അറിവ് പ്രയോഗിക്കുന്നു. O4 ഓപ്പണേഴ്സ് സുതാര്യത, പുതിയ ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും അനുഭവങ്ങളെയും സ്വീകരിക്കുന്നു. W4 വിസ്ഡം ജ്ഞാനം, അറിവിനെയും അനുഭവത്തെയും പ്രവചനത്തെയും സംയോജിപ്പിച്ച് ബോധപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്നു. L4 ലേണിംഗ് പാണ്ഡിത്യം, ജീവനപര്യന്തം പഠനത്തിലും പ്രൊഫഷണൽ വികാസത്തിലും ഏർപ്പെടുന്നു. E4 എക്സ്പീരിയൻസ് പരിചയം, യഥാർത്ഥ ലോക സന്ദർഭങ്ങളിൽ അറിവ് പ്രയോഗിച്ച് പ്രായോഗിക അനുഭവം നേടുന്നു. D4 ഡെപ്ത് അഗാധമായ നിശ്ചിത മേഖലകളിൽ ആഴത്തിലുള്ള അറിവും പരിഗണനയും വളർത്തിയെടുക്കുന്നു. G4 ഗ്രോത്ത് വളർച്ച, തുടർച്ചയായ പഠനത്തെയും വളർച്ചയെയും സ്വീകരിച്ച് യോജിപ്പോടെ പ്രസക്തനായി തുടരുന്നു. E4 എൻഗേജ് പ്രശ്നപരിഹാരങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അറിവ് മെച്ചപ്പെടുത്തുന്നതിന് വൈവിധ്യമാർന്ന പഠന രീതികൾ സ്വീകരിക്കുക. നിർണായക ചിന്ത, വിശകലന ചിന്താശക്തി, പ്രശ്നപരിഹാര കഴിവുകൾ വികസിപ്പിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായം തേടുക. നന്ദി. ലൈഫ് ലൈൻ എന്ന സങ്കല്പം മനുഷ്യന്റെ സമഗ്രമായ നിലനിൽപ്പിനെ കേന്ദ്രീകരിക്കുന്ന ഒരു സമഗ്ര സമീപനമാണ്. വ്യക്തിപരമായ വളർച്ച, പ്രതിരോധശേഷി, ബന്ധങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് വ്യക്തികളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സഹായക ശൃംഖലയായി പ്രവർത്തിക്കുകയും നമ്മുടെ ക്ഷേമം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെ നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. ലൈഫ് ലൈൻ യുടെ ഫ്രെയിംവർക്ക് L4 ലേണിംഗ് പഠനം, വ്യക്തിപരവും പ്രൊഫഷണലുമായ വളർച്ചയ്ക്കായി അറിവും അനുഭവങ്ങളും നേടുക. I4 ഇൻട്രസ്റ്റ് താൽപ്പര്യം, ജിജ്ഞാസയും പ്രചോദനവും, ആസ്വാദനകരമായ താൽപ്പര്യങ്ങൾ പിന്തുടരുക. F4 ഫ്രെയിംവർക്ക് പദ്ധതി, മൂല്യങ്ങളും ലക്ഷ്യങ്ങളും വഴി ജീവിതത്തിൽ ഒരു ഭദ്രമായ അടിത്തറ സ്ഥാപിക്കുക. E4 എൻഡിങ് അവസാനം, നമ്മുടെ പരിമിതമായ സമയവും ഊർജവും മനസ്സിലാക്കി സ്വാധീനമുള്ള തീരുമാനങ്ങൾ എടുക്കുക. എല്ലാ ജീവനും ഒരു അവസാനമുണ്ട്. L4 ലവ് സ്നേഹം, മറ്റുള്ളവരുമായുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളും വൈകാരിക ബന്ധങ്ങളും തുടരുക. I4 ഇൻസൈറ്റ് അന്തർദൃഷ്ടി, ആത്മപരിശോധനയും അവബോധവും പ്രോത്സാഹിപ്പിക്കുക. N4 നാച്ചുറൽ സ്റ്റഡി പ്രകൃതി പഠനം, പരിസ്ഥിതിയോടുള്ള വിലമതിപ്പും പ്രകൃതിയിൽ നിന്ന് പഠിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുക. E4 എൻജോയബിൾ ആസ്വാദനം, ദൈനംദിന അനുഭവങ്ങളിൽ സന്തോഷവും സംതൃപ്തിയും തേടുക. ഒരു വ്യക്തിയുടെ ലൈഫ് ലൈൻ മെച്ചപ്പെടുത്തുന്നതിന് തുടർച്ചയായ പഠനത്തിൽ മുൻഗണന നൽകണം. അർത്ഥവത്തായ ബന്ധങ്ങൾ വളർത്തിയെടുക്കണം. സ്വയം പരിചരണം പരിശീലിക്കണം. സമൂഹത്തിൽ സജീവമായി പങ്കെടുക്കണം. ഈ തത്വങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ കഴിയും. അത് ഉദ്ദേശ്യബോധവും സംതൃപ്തിയും നൽകുന്നു. നന്ദി. ജീവിത മാനേജ്മെന്റ് എന്നത് ശാരീരിക, മാനസിക, വൈകാരിക, ഊർജ, സമയമേഖലകളെ ഉൾക്കൊള്ളുന്ന അടിസ്ഥാന ജീവിത സംഘടനയാണ്. ഫലപ്രദമായ മാനേജ്മെന്റ് വ്യക്തികളെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനും പ്രാപ്തമാക്കുന്നു. ഈ തത്വങ്ങൾ മനസ്സിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ട് വ്യക്തികൾക്ക് സന്തുലിതവും പൂർത്തീകരണപ്രദവുമായ ജീവിതം സൃഷ്ടിക്കാൻ കഴിയും. മാനേജ്മെന്റ് എന്ന വാക്കിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. M4 മൈൻഡ്ഫുൾനെസ് പരിപൂർണ ശ്രദ്ധ, ഇപ്പോഴത്തെ നിമിഷത്തിൽ സാന്നിധ്യമുള്ളതും അവബോധമുള്ളതുമായിരിക്കുക. A4 അഡാപ്റ്റബിലിറ്റി അനുയോജ്യത, മാറ്റത്തെയും സമന്വയത്തെയും സ്വീകരിക്കുക. N4 നാവിഗേഷൻ ഗതിനിയന്ത്രണം, ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുകയും ഒരു പാത രൂപപ്പെടുത്തുകയും ചെയ്യുക. A4 അക്കൗണ്ടബിലിറ്റി ഉത്തരവാദിത്തം, പ്രവർത്തനങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഉത്തരവാദിത്തം സ്വീകരിക്കുക. G4 ഗോൾ സെറ്റിംഗ് ലക്ഷ്യനിർണ്ണയം, വ്യക്തമായ ലക്ഷ്യങ്ങളും മുൻഗണനകളും സ്ഥാപിക്കുക. E4 എഫിഷ്യൻസി കാര്യക്ഷമത, സമയത്തെയും വിഭവങ്ങളെയും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുക. M4 മോട്ടിവേഷൻ പ്രചോദനവും ഉത്സാഹവും വളർത്തിയെടുക്കുക. E4 എനർജി മാനേജ്മെന്റ് ഊർജ്ജ മാനേജ്മെന്റ്, ശാരീരിക, മാനസിക, വൈകാരിക ഊർജം സന്തുലിതമാക്കുക. N4 നെറ്റ്വർക്കിംഗ്
പരസ്പര ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയും നിലനിർത്തുകയും ചെയ്യുക. T4 ടൈം മാനേജ്മെന്റ്, സമയ മാനേജ്മെന്റ്, സമയത്തിന് മുൻഗണന നൽകുകയും ഫലപ്രദമായി വിനിയോഗിക്കുകയും ചെയ്യുക. ജീവിതത്തിലും സമൂഹത്തിലും മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തികൾക്ക് സ്വയം അവബോധം, ലക്ഷ്യനിർണ്ണയം, സമയം എന്നിവയ്ക്ക് മുൻഗണന നൽകാം. യോജിപ്പ്, ഉത്തരവാദിത്തം, പ്രചോദനം എന്നിവ വികസിപ്പിക്കുന്നതും മൊത്തത്തിലുള്ള മാനേജ്മെന്റ് മെച്ചപ്പെടുത്താം. ഈ തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും വളർച്ചാ മനോഭാവം വളർത്തിയെടുത്തുകൊണ്ടും വ്യക്തികൾക്ക് കൂടുതൽ സന്തുലിതവും ഉൽപ്പാദനക്ഷമവും പൂർത്തീകരണപ്രദവുമായ ജീവിതം സൃഷ്ടിക്കാൻ കഴിയും. നന്ദി. നാച്ചുറൽ എന്ന ആശയം ജീവനും ബന്ധങ്ങളും തമ്മിലുള്ള അവിഭാജ്യ ബന്ധത്തെയാണ് ഉയർത്തിക്കാട്ടുന്നത്. വൈവിധ്യമാർന്ന പരിസ്ഥിതികൾക്ക് അനുയോജ്യമാകുന്നതിൻ്റെയും പ്രകൃതിയും സമൂഹവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൻ്റെയും പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്നു. പ്രകൃതി നിരീക്ഷണത്തിലൂടെയും പഠനത്തിലൂടെയും ജീവൻ നിലനിർത്തുന്ന നിരവധി മാർഗങ്ങൾ പ്രകടമാക്കുന്നു. നാച്ചുറൽ അതിൻ്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. N4 നർച്ചർ, പരിപോഷണം, വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക. A4 അഡാപ്റ്റേഷൻ, ചേർച്ചവരുത്തുക, മാറ്റത്തെയും സാധ്യതകളെയും സ്വീകരിക്കുക. T4 ട്രസ്റ്റ്, വിശ്വാസം, സത്യസന്ധതയും നീതിബോധവും അടിസ്ഥാനമാക്കിയുള്ള ബന്ധങ്ങൾ വികസിപ്പിക്കുക. U4 യൂണിറ്റി, ഐക്യം, എല്ലാ ജീവജാലങ്ങളുമായുള്ള അഭേദ്യ ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുക. R4 റെസ്പെക്റ്റ്, ബഹുമാനം, വൈവിധ്യത്തെയും പ്രകൃതിയെയും ആദരിക്കുക. A4 അവയർനെസ്, ജാഗ്രതയുള്ള, പ്രകൃതിയിലെ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള അവബോധവും വളർത്തിയെടുക്കുക. L4 ലേണിംഗ്, L4 ലേണിംഗ്, പഠനം, പ്രകൃതിയിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും അറിവ് തേടുക. പ്രകൃതിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രകൃതിയുമായി ഇടപഴകുക. മനസ്സിനെ ശാന്തമാക്കുക, സുസ്ഥിരതയെ പിന്തുണയ്ക്കുക, ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക, വൈവിധ്യത്തെ ആഘോഷിക്കുക, സമൂഹത്തിന് കഴിയുന്ന സംഭാവനകൾ നൽകുക, കൃതജ്ഞത വളർത്തിയെടുക്കുക എന്നിവ ചെയ്യാം. നിരീക്ഷണത്തിലൂടെയും പഠനത്തിലൂടെയും പ്രകൃതി നമ്മെ മുന്നോട്ട് നയിക്കുകയും വിലപ്പെട്ട ഉൾക്കാഴ്ചകളും അറിവും നൽകുകയും ചെയ്യുന്നു. നന്ദി. ഔട്ട്ലുക്ക് എന്നത് ചിന്തകൾ, വികാരങ്ങൾ, അനുഭവങ്ങൾ എന്നിവയാൽ രൂപപ്പെട്ട ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തിയുടെ വീക്ഷണങ്ങളാണ്. ഇത് പ്രതിരോധശേഷി, ആശാവാദം, ഉദ്ദേശ്യബോധം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും പ്രതിസന്ധികളെ നേരിടാനും അവസരങ്ങൾ പിടിച്ചെടുക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നു. ഔട്ട്ലുക്ക് അതിൻ്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. O4 ഓപ്പണേഴ്സ്, പുതിയ ആശയങ്ങൾ, വീക്ഷണങ്ങൾ, അനുഭവങ്ങൾ എന്നിവയെ സ്വീകരിക്കുന്നതാണ്. U4 അഡ്സ്റ്റാറ്റിംഗ്, മറ്റുള്ളവരുടെ വികാരങ്ങളും സാഹചര്യങ്ങളും മനസ്സിലാക്കാനുള്ള കരുണയും അവബോധവും വളർത്തുക. T4 ടാലന്റ് ഡെവലപ്മെന്റ്, സ്വന്തം അതുല്യമായ കഴിവുകളും പ്രാപ്തികളും തിരിച്ചറിഞ്ഞ് പോഷിപ്പിക്കുക. L4 ലേണിംഗ്, ബൗദ്ധികമായും വൈദികമായും വളരാൻ ജീവനപേക്ഷിതമായ പഠനത്തെ സ്വീകരിക്കുക. O4 ഓപ്പർച്യൂണിറ്റീസ്, ജീവിതത്തിലെ അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് പരമാവധി പ്രയോജനപ്പെടുത്തുക. O ഓപ്റ്റിമൈസേഷൻ, പ്രവർത്തനങ്ങളിലും തീരുമാനങ്ങളിലും മെച്ചപ്പെടുത്തലും കാര്യക്ഷമതയും ലക്ഷ്യമിടുക. K4 കിനറ്റിക് പ്രോഗ്രസ്, ലക്ഷ്യങ്ങളും വ്യക്തിപരമായ വളർച്ചയും നേടുന്നതിൽ ആക്കം നിലനിർത്തുക. ജീവിതവീക്ഷണം മെച്ചപ്പെടുത്തുന്നതിന് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പരിശീലിക്കുക. കൃതജ്ഞത പ്രകടിപ്പിക്കുക, നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക, മനസ്സിനെ ശാന്തമാക്കി സൂക്ഷിക്കുക, യാഥാർത്ഥ്യബോധമുള്ള ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക, ബന്ധങ്ങളെ പോഷിപ്പിക്കുക, ശാരീരികവും മാനസികവുമായ സുസ്ഥിരത നിലനിർത്തുക. പരാജയങ്ങളിൽ നിന്ന് പഠിക്കുകയും പ്രതീക്ഷ നിലനിർത്തുകയും ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ആരോഗ്യകരവും സൗഹാർദ്ദപൂർണവുമായ ഒരു സമൂഹത്തിന് സംഭാവന നൽകാൻ കഴിയും. നന്ദി. മനുഷ്യജീവിതത്തിലെ പ്രോഡക്റ്റ് എന്നത് വ്യക്തിയുടെ സവിശേഷമായ സംഭാവനകളുടെ പ്രതിഫലനമാണ്. ഇതിൽ തൊഴിൽപരമായ നേട്ടങ്ങൾ, ബൗദ്ധിക അറിവുകൾ, വൈകാരിക ബന്ധങ്ങൾ, സാമൂഹിക സ്വാധീനം എന്നിവ ഉൾപ്പെടുന്നു. വ്യക്തിപരം, തൊഴിൽ, സാമൂഹിക മേഖലകളിലെ അനുഭവങ്ങളുടെയും പ്രയത്നങ്ങളുടെയും സഞ്ചിത ഫലമാണിത്. പ്രോഡക്റ്റ് അതിൻ്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. P4 പ്ലാനിംഗ്, വ്യക്തമായ ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ച് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക. R4 റിസോഴ്സസ്, ലഭ്യമായ ഉപകരണങ്ങളും പിന്തുണയും തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുക. O4 ഓർഗനൈസേഷൻ, ജോലികളും മുൻഗണനകളും ഫലപ്രദമായി ക്രമീകരിക്കുക. D4 ഡെഡിക്കേഷൻ, വ്യക്തിപരവും പ്രൊഫഷണലുമായ പ്രയത്നങ്ങളോട് പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധനാകുക. U4 അണ്ടർസ്റ്റാൻഡിംഗ്, സ്വയം മനസ്സിലാക്കുകയും ചുറ്റുപാടുകളെ ഗ്രഹിക്കുകയും ചെയ്യുക. C4 ക്രിയേറ്റിവിറ്റി, നൂതനമായ ചിന്തയും പ്രശ്നപരിഹാരവും പ്രോത്സാഹിപ്പിക്കുക. T4 ടൈം മാനേജ്മെന്റ്, വിവിധ ജീവിത ആവശ്യങ്ങൾ ഫലപ്രദമായി സന്തുലിതമാക്കുന്നതിന് സമയത്തെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുക. ഉൽപ്പന്നം മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തികൾക്ക് തുടർച്ചയായ പഠനം, ഏകാഗ്രത, അർത്ഥവത്തായ ബന്ധങ്ങൾ, ജോലി ജീവിത സന്തുലനം, ലക്ഷ്യങ്ങളുടെ പതിവ് വിലയിരുത്തൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഈ പരിശീലനങ്ങൾ കൂടുതൽ വ്യക്തിപരമായ പൂർത്തീകരണത്തിനും സമൂഹത്തിൽ പോസിറ്റീവ് സ്വാധീനത്തിനും സംഭാവന നൽകുന്നു. നന്ദി. ചോദ്യങ്ങൾ മനുഷ്യചിന്തയുടെ പ്രേരകശക്തിയാണ്. ജിജ്ഞാസയും അന്വേഷണവും ജ്വലിപ്പിക്കുന്നു.
അവ നമ്മെ ഉത്തരങ്ങൾ തേടാനും ധാരണകളെ ചോദ്യം ചെയ്യാനും അറിവ് നിർമ്മിക്കാനും പ്രേരിപ്പിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ നമ്മെ ലോകവുമായി ബന്ധിപ്പിക്കുന്നു, സങ്കീർണതകളെ തിരിച്ചറിയാനും നമ്മുടെ സ്ഥാനത്തെ അർത്ഥമാക്കാനും സഹായിക്കുന്നു. Q-STIM-E എന്നതിനുള്ള ഒരു ഫ്രെയിംവർക്ക് Q for Quest പര്യവേക്ഷണം, അറിവും ഉത്തരങ്ങളും തേടുന്ന യാത്ര ആരംഭിക്കുന്നു. U for Uncover മറഞ്ഞിക്കുക, ആഴത്തിലുള്ള ധാരണകളും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളും വെളിപ്പെടുത്തുന്നു. E for Engage വ്യാപൃതമാവുക, സംവാദവും ഇടപെടൽ ചർച്ചകളും ആരംഭിക്കുന്നു. S for Seek Clarity വ്യക്തത, വ്യക്തവും കൃത്യവുമായ ധാരണയെ അഭികാക്ഷിക്കുന്നു. T for Think Clarity വിശകലനം, വിഷമഘട്ടത്തിൽ വിവേകപൂർണമായ മനസ്സോടെ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നു. I for Innovative നവീനമാക്കുക, പുതിയ ആശയങ്ങളും പരിഹാരങ്ങളും പ്രചോദിപ്പിക്കാൻ ചോദ്യങ്ങൾ ഉപയോഗിക്കുന്നു. O for Observe നിരീക്ഷിക്കുക, സന്ദർഭത്തെയും വിശദാംശങ്ങളെയും ശ്രദ്ധിക്കുന്നു. N for Navigate തിരിച്ചറിവ്, ഫലങ്ങളും നിഗമനങ്ങളും ഉരുത്തിരിക്കാൻ വിവരങ്ങളിലൂടെ തിരിച്ചറിവുകൾ നടത്തുക. ഇന്നത്തെ വിവരസമ്പന്നമായ ലോകത്ത് ഫലപ്രദമായ ചോദ്യം ചെയ്യൽ നൂതനത്വത്തെയും വ്യക്തിപരമായ വളർച്ചയെയും സാമൂഹിക പുരോഗതിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. ചോദ്യം ചെയ്യൽ ശക്തിപ്പെടുത്തുന്നതിന് ജിജ്ഞാസ വളർത്തുക, ധാരണകൾ ചോദ്യം ചെയ്യുക, സജീവമായി ശ്രദ്ധിക്കുക, വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകൾ തേടുക, അനിശ്ചിതത്വത്തെ സ്വീകരിക്കുക, പ്രതിഫലിത ചിന്തകൾ പരിശീലിക്കുക. നന്ദി. ആദരവ് എന്നത് മനുഷ്യന്റെ അന്തർലീനമായ മൂല്യമാണ്. അത് ഓരോ വ്യക്തിയുടെയും അന്തസ്, മൂല്യം, പെരുമാറ്റം, അവകാശങ്ങൾ എന്നിവ അംഗീകരിക്കുന്നു. ആരോഗ്യകരമായ ബന്ധങ്ങളുടെയും സാമൂഹിക ഇടപെടലുകളുടെയും കാതലാണ് ആദരവ്. അത് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തെ നയിക്കുന്നു. നമ്മുടെ അന്തർധാരണകളിലെ സാമ്യതകളെയും വ്യത്യാസങ്ങളെയും അംഗീകരിക്കുന്നതിലൂടെ കരുണയും ധാരണയും വളരുന്നു. റെസ്പെക്റ്റ് എന്ന വാക്കിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. R for Recognition അംഗീകരണം, ഓരോ വ്യക്തിയുടെയും അതുല്യമായ ഗുണങ്ങളും അവകാശങ്ങളും അംഗീകരിക്കുക. E for Empathy ദയ, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും പങ്കിടുകയും ചെയ്യുന്നതിലൂടെ ആഴത്തിലുള്ള ബന്ധങ്ങൾ വളർത്തുക. S for Support അനുകൂലിക്കുക, ആവശ്യമുള്ളവർക്ക് സഹായവും പ്രോത്സാഹനവും നൽകുക, സമൂഹത്തിന്റെ മൂല്യം ശക്തിപ്പെടുത്തുക. P for Patience വിനയം, വ്യത്യസ്ത അഭിപ്രായങ്ങളെയും പെരുമാറ്റങ്ങളെയും സഹിഷ്ണുതയോടെയും ധാരണയോടെയും കൈകാര്യം ചെയ്യുക. E for Equality വിവേചനരഹിതം, എല്ലാ വ്യക്തികളെയും പശ്ചാത്തലം പരിഗണിക്കാതെ നീതിയും ന്യായയുക്തതയോടെയും കാണുക. C for Compassion കരുണ, മറ്റുള്ളവരുടെ അനുഭവങ്ങളെയും പോരാട്ടങ്ങളെയും കരുണയോടെയും കരുതലോടെയും പരിഗണിക്കുക. T for Truthfulness സത്യസന്ധത, നമ്മുടെ ഇടപെടലുകളിൽ സത്യസന്ധത പാലിക്കുക. വിശ്വാസം ആദരവിന്റെ അടിസ്ഥാനമാണ്, ജീവിതത്തിലും സമൂഹത്തിലും ആദരവ് വർദ്ധിപ്പിക്കുന്നതിന്. സ്വയം പരിശോധന, തുറന്ന സംവാദങ്ങൾ, സന്നദ്ധ സേവനം, സാംസ്കാരിക വ്യത്യാസങ്ങളെക്കുറിച്ചും സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള വിദ്യാഭ്യാസം തുടങ്ങിയ ഉദ്ദേശ്യപൂർവമായ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാം. ഈ ബോധപൂർവമായ പ്രയത്നങ്ങളിലൂടെ പരസ്പര ആദരവും ധാരണയും പ്രാധാന്യപ്പെടുത്തുന്ന സംസ്കാരത്തിനായി നമുക്ക് നല്ല സംഭാവനകൾ നൽകാൻ കഴിയും. നന്ദി. സുരക്ഷ എന്നത് മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. ഇത് മാനസിക, സാമ്പത്തിക, സാമൂഹിക സുഖാവസ്ഥകളെ ഉൾക്കൊള്ളുന്നു. അപകടങ്ങളും പരിക്കുകളും തടയുകയും ദൈനംദിന ജീവിതത്തിൽ വിശ്വാസം, പ്രതിരോധശേഷി, ആത്മവിശ്വാസം എന്നിവ വളർത്തുകയും ചെയ്യുന്നതിൽ ഇത് ഉൾപ്പെടുന്നു. സേഫ്റ്റി എന്ന വാക്കിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. S for Secure ശാരീരികവും വൈകാരികവുമായ സംരക്ഷണം ഉറപ്പാക്കുക. A for Awareness സാധ്യമായ അപകടങ്ങളും അപായങ്ങളും തിരിച്ചറിയുക. F for Follow സുരക്ഷാ നടപടിക്രമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കുക. E for Educate അപകടങ്ങൾ തടയാനുള്ള അറിവും കഴിവുകളും നേടിയെടുക്കുക. T for Trust സ്വയം വിശ്വാസവും മറ്റുള്ളവരിലുള്ള വിശ്വാസവും വളർത്തുക. Y for Yield പരിസരത്തെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കുകയും സുരക്ഷയ്ക്ക് വഴങ്ങുകയും ചെയ്യുക. സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന്, ധാരണ വർദ്ധിപ്പിക്കുന്നതിനും പരിശീലന പരിപാടികളിലൂടെയും സുരക്ഷാ ഡ്രില്ലുകളിലൂടെയും തുടർച്ചയായ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹങ്ങളിൽ സുതാര്യമായ ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവിധ മേഖലകളിൽ ശക്തമായ നയങ്ങൾ നടപ്പിലാക്കുന്നതിനും നാം ശ്രദ്ധിക്കണം. ഈ തന്ത്രങ്ങളുള്ള പ്രതിബദ്ധതയിലൂടെ നമുക്ക് കൂടുതൽ സുരക്ഷിതവും കൂടുതൽ പ്രതിരോധശേഷിയുള്ളതുമായ സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിയും. നന്ദി. ടാലന്റ് എന്നത് വ്യക്തികൾക്ക് ഉള്ള അതുല്യമായ കഴിവുകളെയും വൈദഗ്ധ്യതയും സൂചിപ്പിക്കുന്നു. ഇത് കലാപരവും ബൗദ്ധികവും വ്യക്തിബന്ധപരവുമായ മേഖലകളിലുടനീളം കാണാവുന്നതാണ്. ഈ പ്രതിഭകൾ തിരിച്ചറിയുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നത് വ്യക്തിപരമായ വളർച്ചയ്ക്കും ആത്മവിശ്വാസത്തിനും സമൂഹത്തിന് സംഭാവനകൾ നൽകുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ടാലന്റ് എന്ന വാക്കിന്റെ ഫ്രെയിംവർക്ക് T for Training തുടർച്ചയായ കഴിവ് വികസനം പ്രതിഭകളെ മെച്ചപ്പെടുത്തുന്നു. O for Awareness സ്വയം അവബോധം ശക്തികളെയും ദുർബലതകളെയും തിരിച്ചറിയാൻ സഹായിക്കുന്നു. L for Leadership നേതൃത്വം വഹിക്കാനുള്ള അവസരങ്ങൾ വ്യക്തിപരവും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് പ്രചോദനം നൽകുന്നു.
E4 എഡ്യൂക്കേഷൻ ഔപചാരികവും അനൗപചാരികവുമായ വിദ്യാഭ്യാസം ഒരു ശക്തമായ അടിത്തറ നിർമ്മിക്കുന്നു. N4 നെറ്റ്വർക്കിംഗ് ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുന്നതിലൂടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു. T4 ടെക്നോളജി പുതിയ വിവരങ്ങളും ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത് പഠനവും സഹകരണ അവസരങ്ങളും വികസിപ്പിക്കുന്നു. നൈപുണ്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തികൾ വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും തുടർച്ചയായ പരിശീലനം തേടുകയും സ്വയം പരിശോധനയും അഭിപ്രായങ്ങളും സ്വീകരിക്കുകയും വേണം. നെറ്റ്വർക്കിംഗ് സഹകരണത്തിനും പുതിയ ആശയങ്ങൾക്കും പ്രോത്സാഹനം നൽകുക. അതേസമയം ടെക്നോളജി പ്രയോജനപ്പെടുത്തുന്നത് പഠനത്തെയും കഴിവ് വികസനത്തെയും മെച്ചപ്പെടുത്തുകയും കൂടാതെ വ്യക്തിപരവും സാമൂഹികവുമായ സംഭാവനകൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. നന്ദി. അപ്ഗ്രേഡ് എന്നത് ജീവിതത്തിന്റെ വ്യക്തിപരവും സാമൂഹികവുമായ വശങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ലക്ഷ്യമിട്ടുള്ള ഒരു പരിവർത്തന പ്രക്രിയയാണ്. ഇതിൽ കഴിവുകൾ, അറിവ്, വൈകാരിക ബുദ്ധി, ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരം എന്നിവ ഉയർത്തുന്നത് ഉൾപ്പെടുന്നു. അപ്ഗ്രേഡ് ഫ്രെയിംവർക്ക് U4 അണ്ടർസ്റ്റാൻഡ് സ്വയം മനസ്സിലാക്കലും നിലവിലുള്ള പരിസ്ഥിതി, അന്തരീക്ഷം എന്നിവ മനസ്സിലാക്കി അത് ഉയർത്തുന്നു. P4 പ്ലാൻ മൂല്യങ്ങളുമായി യോജിക്കുന്ന പ്രവർത്തനപരമായ ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യൽ. G4 ഗ്രോ പുതിയ അനുഭവങ്ങളും പഠന അവസരങ്ങളും വഴി വളർച്ച. R4 റിഫ്ലക്റ്റ് പാഠങ്ങൾ പഠിക്കുകയും മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ തിരിച്ചറിയുകയും ചെയ്യുന്നതിനുള്ള പ്രതിഫലനം. A4 അഡാപ്റ്റ് മാറുന്ന സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി മാറുക. D4 ഡെവലപ്പ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആവശ്യമായ കഴിവുകൾ വികസിപ്പിക്കൽ. E4 ഇവാല്യൂറ്റ് ആഗ്രഹിച്ച മെച്ചപ്പെടുത്തലുകളിലേക്ക് യാത്ര നയിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് പുരോഗതിയും ഫലങ്ങളും വിലയിരുത്തൽ. നമ്മളെ മെച്ചപ്പെടുത്തുന്നതിന് അവരുടെ ശക്തികളും ബലഹീനതകളും വളർച്ചയ്ക്കുള്ള മേഖലകളും വിലയിരുത്തണം. യാഥാർത്ഥ്യബോധമുള്ള ലക്ഷ്യങ്ങൾ നിശ്ചയിക്കണം. പഠന അവസരങ്ങൾ തേടണം. പ്രതിഫലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. മറ്റുള്ളവരുമായി സഹകരിക്കണം. നന്ദി. വെർച്വൽ എന്ന ആശയം മനുഷ്യ ജീവിതത്തിന്റെ ഡിജിറ്റൽ വശത്തെ പ്രതിനിധീകരിക്കുന്നു. ഇതിൽ ഓൺലൈൻ ഇടപെടലുകൾ, ഡിജിറ്റൽ സാങ്കേതികവിദ്യകൾ, വെർച്വൽ പരിസ്ഥിതികൾ എന്നിവ ഉൾപ്പെടുന്നു. ഇത് ഡിജിറ്റൽ ലോകത്ത് ഫലപ്രദമായി, ഉത്തരവാദിത്തത്തോടെയും സുരക്ഷിതമായും സഞ്ചരിക്കുന്നത് ഉൾക്കൊള്ളുന്നു. വെർച്വൽ അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. V4 വിഷൻ ദർശനം അർത്ഥവത്തായ ലക്ഷ്യങ്ങളുമായി ഡിജിറ്റൽ പ്രവർത്തനങ്ങൾ യോജിപ്പിക്കൽ. I4 ഇൻസൈറ്റ് ധാരണ ഡിജിറ്റൽ സാക്ഷരതയും നിർണായക ചിന്തയും വികസിപ്പിക്കൽ. R4 റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തവും ധാർമ്മികതയും സ്വീകരിക്കൽ. P4 ടെക്നോളജി സാങ്കേതികവിദ്യ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കൽ. U4 അണ്ടർസ്റ്റാൻഡിംഗ് ധാരണ ഗുണങ്ങളും ദോഷങ്ങളും തിരിച്ചറിയൽ. A4 അഡാപ്റ്റബിലിറ്റി അനുയോജ്യത വഴക്കം സ്വീകരിക്കൽ. L4 ലിമിറ്റേഷൻ പരിമിതി ആരോഗ്യകരമായ അതിർത്തികൾ സ്ഥാപിക്കൽ. നമ്മുടെ വെർച്വൽ സാന്നിധ്യം മെച്ചപ്പെടുത്തുന്നതിന് ഡിജിറ്റൽ വിദ്യാഭ്യാസം, ധാർമ്മിക നൂതനത്വം, പോസിറ്റീവ് ഓൺലൈൻ ആശയവിനിമയം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ഇത് ഉത്തരവാദിത്തമുള്ള ഡിജിറ്റൽ പൗരത്വവും ഓൺലൈൻ സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നു. നന്ദി. വിസ്ഡം എന്നത് അറിവ്, അനുഭവം, സ്വയം അവബോധം എന്നിവയുടെ സംയോജനമാണ്. ഇത് വ്യക്തികൾക്ക് ജീവിതത്തിന്റെ സങ്കീർണതകളെ വിവേകത്തോടെയും ഔദാര്യത്തോടെയും നേരിടാൻ സഹായിക്കുന്നു. പുറമേ നിന്ന് വരുന്നത് അറിവും അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ജ്ഞാനമായി മാറുന്നു. വിസ്ഡം എന്ന വാക്കിന്റെ അക്ഷരങ്ങളുടെ താഴെ വിവരിക്കുന്നു. W വണ്ടർ കൗതുകം തോന്നുക, ജീവിതാനുഭവങ്ങളോട് കൗതുകവും അത്ഭുതവും ഉൾക്കൊള്ളുക. I4 ഇൻസൈറ്റ് ഉൾക്കാഴ്ച പ്രതിഫലനത്തിലൂടെയും അനുഭവത്തിലൂടെയും ആഴത്തിലുള്ള ധാരണ നേടുക. S4 സെൻസിറ്റിവിറ്റി സംവേദനക്ഷമത മറ്റുള്ളവർക്ക് ഔദാര്യവും കരുണയും വികസിപ്പിക്കുക. D4 ഡിസിപ്ലിൻ അച്ചടക്കം, ആത്മനിയന്ത്രണം, ഉത്തരവാദിത്തം എന്നിവ വളർത്തുക. O4 ഒപ്റ്റിമിസം ആശാവാദം, പോസിറ്റീവ് ഔട്ട്ലുക്ക് നിലനിർത്തുകയും പ്രതിരോധശേഷിയുള്ള മനോഭാവം വളർത്തുകയും ചെയ്യുക. M4 മൈൻഡ്ഫുൾനെസ് മനസാക്ഷി, സാന്നിധ്യം, അവബോധം, ആത്മപരിശോധന എന്നിവ അഭ്യസിക്കുക. ജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിന് ആത്മപരിശോധന, ജീവനപര്യന്തം പഠനം, വൈകാരിക ബുദ്ധി എന്നിവ അഭ്യസിക്കുക. ജ്ഞാനികളായ ഗുരുക്കന്മാർക്കൊപ്പം സഞ്ചരിക്കുക. കൃതജ്ഞത അനുഭവിക്കുക. അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നന്ദി. എക്സ് ഫാക്ടർ എന്നത് വ്യക്തികളെ വേറിട്ടു നിർത്തുന്ന സവിശേഷ ഗുണങ്ങളായ സൃഷ്ടിപരത, വ്യക്തിപ്രഭാവം, ദൃഢത എന്നിവയെ എടുത്തുകാണിക്കുന്ന ഒരു ആശയമാണ്. അത് സ്വയം കണ്ടെത്തലുകളും വളർച്ചയെയും ഊന്നിപ്പറയുന്നു. ഇത് വ്യക്തികൾക്ക് അവരുടെ ആന്തരിക ശക്തികളിലേക്കും ആഗ്രഹങ്ങളിലേക്കും തിരിയാൻ പ്രോത്സാഹനം നൽകുന്നു. എക്സ് ഫാക്ടർ അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. ആതിഥ്യമര്യാദയുള്ള മനസ്സ്, മറ്റുള്ളവരെ സ്വാഗതം ചെയ്യുന്ന മനോഭാവം വളർത്തുക. F4 ഫോക്കസ് ദൃഷ്ടികേന്ദ്രം, ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. A4 ഓതന്റിസിറ്റി ദൃഢീകരിക്കുക, ഒരാളുടെ യഥാർത്ഥത സ്വയം സ്വീകരിക്കുക. C4 ക്രിയേറ്റിവിറ്റി നിർമ്മാണാത്മകമായ നൂതനമായ ചിന്തകൾ വളർത്തുക. D4 ടെനാസിറ്റി നിർബന്ധ ബുദ്ധി പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഉറച്ചു നിൽക്കുക.
O for openness, പുതിയ ആശയങ്ങളും അനുഭവങ്ങളും സ്വീകരിക്കുക. R for resilience, പൂർവ്വസ്ഥിതി, പരാജയങ്ങളിൽ നിന്ന് തിരിച്ചുവരാനുള്ള കഴിവ്. ഒരു വ്യക്തിയുടെ എക്സ് ഫാക്ടർ മെച്ചപ്പെടുത്തുന്നതിൽ സ്വയം പരിഷ്കാരം, ആത്മപരിശോധന, സ്വയം അവബോധം എന്നിവ ഉൾപ്പെടുന്നു. യോഗ, മെഡിറ്റേഷൻ, ഫീഡ്ബാക്ക് തേടൽ, വെല്ലുവിളികളെ പഠന അവസരങ്ങളായി കാണൽ എന്നിവ വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും ഒരു വ്യക്തിയുടെ എക്സ് ഫാക്ടർ വർദ്ധിപ്പിക്കാൻ കൂടുതൽ സഹായിക്കും. നന്ദി. ഈൽഡ് എന്നത് നമ്മുടെ ശ്രമങ്ങളുടെയും നിക്ഷേപങ്ങളുടെയും സമയങ്ങളിലൂടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി ലഭിക്കുന്ന വരുമാനങ്ങളെ സൂചിപ്പിക്കുന്നു. ഇതിലൂടെ വളർച്ചയും പുരോഗതിയും ഊന്നിപ്പറയുന്നു. ഫലം കണക്കിലെടുത്ത് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മൾ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ദീർഘകാല സ്വാധീനം കൈവരിക്കുകയും ചെയ്യും. ഈൽഡ് എന്നത് അതിൻ്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. Y for earning, പ്രചോദനാത്മകമായ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നിശ്ചയിക്കുക. I for investing, പരമാവധി തിരിച്ചടവുകൾക്കായി വിഭവങ്ങൾ തന്ത്രപരമായി വിനിയോഗിക്കുക. E for embracing, മാറ്റങ്ങളെയും അനിശ്ചിതത്വത്തെയും സ്വീകരിക്കുക. L for learning, തുടർച്ചയായി പുതിയ കഴിവുകളും അറിവും നേടുക. D for developing, വ്യക്തിപരമായ വളർച്ചയും സ്വയം പരിഷ്കാരവും പ്രോത്സാഹിപ്പിക്കുക. ജീവിതത്തിലും സമൂഹത്തിലും ഫലം മെച്ചപ്പെടുത്തുന്നതിന് ധനസമ്പാദനം മുൻഗണന നൽകുക. ഉയർന്ന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. ബുദ്ധിപൂർവം നിക്ഷേപിക്കുക. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അർത്ഥവത്തായ ഫലങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നതിന് തുടർച്ചയായ പഠനത്തെയും പിന്തുണയ്ക്കുന്ന ശൃംഖലകളെയും സ്വീകരിക്കുക. നന്ദി. സീൽ, ഉത്സാഹം ജീവിതത്തെ ഉണർത്തുന്ന ഒരു ശക്തിയാണ്. അത് നമ്മുടെ അഭിനിവേശങ്ങളെ വളർത്തുകയും വ്യക്തിപരവും തൊഴിൽപരവുമായ നാഴികക്കല്ലുകൾ കൈവരിക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഊർജം, പ്രതിബദ്ധത, അറിവ്, സന്തോഷം എന്നിവയുടെ അതുല്യമായ സംയോജനമാണ് ഇത്. ദൈനംദിന പ്രവർത്തനങ്ങളെ അത്ഭുതകരമായ നേട്ടങ്ങളാക്കി മാറ്റാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. അങ്ങനെ കൂടുതൽ സന്തുഷ്ടമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു. സീൽ അതിൻ്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. സെറ്റ് ഫോർ സേസ്റ്റ്, ജീവിതത്തെ ഉത്സാഹത്തോടെയും ഉന്മേഷത്തോടെയും സമീപിക്കുക. E for enthusiasm, നമ്മുടെ താൽപ്പര്യങ്ങളിൽ ആത്മാർത്ഥമായ അഭിനിവേശം വളർത്തുക. O for accountability, നിങ്ങളുടെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും സ്വയം ഏറ്റെടുക്കുക. L for leadership, പങ്കിട്ട കാഴ്ചപ്പാടുകളിലേക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുക. ജീവിതത്തിലും സമൂഹത്തിലും നമ്മുടെ ഉത്സാഹം വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ യഥാർത്ഥ താൽപ്പര്യങ്ങൾ പര്യവേക്ഷണം ചെയ്യുക, കൃതജ്ഞത അഭ്യസിക്കുക, നമ്മുടെ ധാരണ ഗാഢമാക്കുന്നതിന് അറിവ് ആർജിക്കുക എന്നിവ വേണം. വിജയങ്ങൾ പങ്കിടുക, തിരിച്ചുവീഴ്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കരുത്ത് വളർത്തുക, ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക എന്നിവ നമ്മുടെ ഉത്സാഹം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. നമ്മെ തന്നെ പോസിറ്റീവ് സ്വാധീനങ്ങളാൽ ചുറ്റപ്പെടുത്തുക, വെല്ലുവിളികളെ സ്വീകരിക്കുക, ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവയിലൂടെ നമ്മുടെ പൂർണ്ണ ശേഷി വെളിപ്പെടുത്തുകയും അസാധാരണമായ വിജയം കൈവരിക്കുകയും ചെയ്യാം. നന്ദി. ഭക്തിയോഗം എന്നത് പുരാതന ഇന്ത്യൻ തത്വശാസ്ത്രത്തിൽ വേരുറച്ച ഒരു സാർവത്രികമായ പാതയാണ്. ഇത് പ്രപഞ്ചത്തോടുള്ള ഭക്തി, സ്നേഹം, സമർപ്പണം എന്നിവയെ ഊന്നിപ്പറയുന്നു. ഇതിലൂടെ അഭ്യാസകർക്ക് സ്വയം, മറ്റുള്ളവർ, പ്രപഞ്ചം എന്നിവയുമായി ആഴത്തിലുള്ള ബന്ധം വളർത്താൻ പഠിപ്പിക്കുന്നു. കൂടാതെ കരുണ, ബഹുമാനം, ക്ഷമ, സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. ഭക്തിയോഗം അതിൻ്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. D for bonding, ബന്ധം, മറ്റുള്ളവരുമായും പ്രകൃതിയുമായും ആഴത്തിലുള്ള ബന്ധങ്ങൾ. H for harmony, മൈത്രി, ജീവിതത്തിലെ സന്തുലനവും ഐക്യവും. A for adoration, ആരാധന, സ്നേഹം, ആദരവ്, ഭക്തി. K for kindness, സഹജീവി സ്നേഹം, കരുണ, സഹാനുഭൂതി, ദാനശീലം. T for tolerance, സഹിഷ്ണുത, ക്ഷമ, ധാരണ, അംഗീകാരം. I for integrity, സത്യസന്ധത, സത്യം, ആത്മാർത്ഥത, നൈതിക തത്വങ്ങൾ. Y for യോഗ, യോജിപ്പ്, ശരീരം, മനസ്സ്, പ്രകൃതി എന്നിവയെ ഏകീകരിക്കുന്നു. O for oneness, ഏകത്വം, എല്ലാവരുമായുള്ള പരസ്പരബന്ധം. G for growth, വളർച്ച, വ്യക്തിപരമായ പരിണാമവും ആത്മീയ വികാസവും. A for awareness, അവബോധം, മനസ്സിന്റെ ശാന്തത, സാന്നിധ്യം, സ്വയം അവബോധം. വ്യക്തിപരവും സാമൂഹികവുമായ സന്ദർഭങ്ങളിൽ ഭക്തിയോഗം മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തികൾക്ക് സമൂഹസേവനം, ധ്യാനം, തുറന്ന സംഭാഷണം, പ്രകൃതിയിലേക്ക് തിരിച്ചുപോകൽ തുടങ്ങിയ അതിൻ്റെ കാതൽ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ദൈനംദിന അനുഷ്ഠാനങ്ങൾ സ്വീകരിക്കാം. വ്യക്തികൾക്ക് സമൂഹത്തെ യോജിപ്പ് ഉയർത്താൻ കഴിയും. സ്നേഹം, ബഹുമാനം എന്നിവയിലൂടെ ഐക്യം നിറഞ്ഞ ഇടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നന്ദി. കർമ്മയോഗം എന്നത് നിസ്വാർത്ഥ പ്രവൃത്തിയെ പഠിപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തെയും സമൂഹത്തെയും രൂപപ്പെടുത്തുന്നതിൽ പ്രവൃത്തികളുടെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്നതുമായ ഒരു ആത്മീയ അനുഭവമാണ്. ഫലങ്ങളോടുള്ള അഭിനിവേശമില്ലാതെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ പ്രവൃത്തികളിൽ നാം നിക്ഷേപിക്കുന്ന ഊർജവും അതുപോലെ തന്നെ നമുക്ക് തിരികെ വരും എന്നും വ്യക്തിപരമായ നേട്ടവും സാമൂഹിക സൗഹാർദ്ദവും പ്രോത്സാഹിപ്പിക്കുമെന്നും ഊന്നിപ്പറയുന്നു. കർമ്മ അതിൻ്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു.
K4 കൈൻഡ്നസ്, കരുണ, കരുണാപൂർവമായ ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. A4 അവെയർനെസ്, അവബോധം, നമ്മുടെ പ്രവർത്തികളുടെ ഫലങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നു. R4 റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം, നമ്മുടെ തീരുമാനങ്ങളുടെ ഉടമസ്ഥ തെളിയിക്കുന്നു. M4 മീനിങ്, അർത്ഥം, നമ്മുടെ മൂല്യങ്ങളുമായി യോജിക്കുന്ന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. A4 ആൾട്രൂസം, ത്യാഗം, നിസ്വാർത്ഥ സേവനത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. നമ്മുടെ കർമ്മം മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് കരുണ പ്രയോഗിക്കുക, നിസ്വാർത്ഥ സേവനത്തിൽ ഏർപ്പെടുക. നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും ചിന്തിക്കുക എന്നിവ ചെയ്യാം. സാമൂഹിക സേവനം സ്വീകരിക്കുക, ക്ഷമ പ്രയോഗിക്കുക, നമ്മുടെ പ്രവർത്തികളെ നന്ദിയോടെ യോജിപ്പിക്കുക എന്നിവയിലൂടെ വ്യക്തിപരമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുകയും സമൂഹത്തെ ഗുണകരമായി സ്വാധീനിക്കുകയും ചെയ്യും. ഈ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത് നമ്മളിലും സമൂഹത്തിലും ഗുണകരമായ കർമ്മഫലങ്ങൾ പരിപോഷിപ്പിക്കും. നന്ദി. രാജയോഗം എന്നത് ആന്തരിക ശുദ്ധീകരണവും സ്വയം അവബോധവും വഴി വ്യക്തിപരമായ പരിവർത്തനത്തെ ഊന്നൽ നൽകുന്ന ഒരു അഭ്യാസമാണ്. ഇത് വൈകാരിക സന്തുലിതാവസ്ഥ, സമഗ്ര വളർച്ച, കൂടുതൽ അർത്ഥവത്തായ ജീവിതം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രാജായ് അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. R4 റിഫ്ലെക്ഷൻ, പ്രതിഫലനം, ആത്മപരിശോധനയും സ്വയം പരിശോധനയും. A4 അവെയർനെസ്, അവബോധം, ചിന്തകളെയും വികാരങ്ങളെയും തിരിച്ചറിയുകയും അവയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും ചെയ്യുക. J4 ജേണി, യാത്ര, വ്യക്തിപരമായ വളർച്ചയുടെയും പരിവർത്തനത്തിന്റെയും തുടർച്ചയായ പാത. A4 ആക്ഷൻ, പ്രവർത്തനം, ബോധപൂർവമായ അനുഭവങ്ങളിലേക്ക് തിരിച്ചറിവുകൾ പ്രയോഗിക്കുക. രാജയോഗം മെച്ചപ്പെടുത്തുന്നതിന് യോഗ, ധ്യാനം, ശ്രദ്ധ കേന്ദ്രീകരിൽ തുടങ്ങിയ ദൈനംദിന അഭ്യാസങ്ങളിലൂടെ സ്വയം അവബോധവും വൈകാരിക നിയന്ത്രണവും വർദ്ധിപ്പിക്കുന്നു. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച അന്തരീക്ഷം സൃഷ്ടിക്കുകയും സമൂഹത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് രാജയോഗത്തിന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കാൻ സഹായിക്കും. ഇത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നതും കൂടാതെ ആരോഗ്യകരവുമായ ഒരു സംസ്കാരം വളർത്തുന്നു. ക്രമമായ യോഗ ക്ലാസുകൾ, അനുഭവങ്ങൾ പങ്കിടൽ, രാജയോഗത്തിന്റെ തത്വ വർക്ക്ഷോപ്പുകൾ എന്നിവ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിൽ പ്രയോഗിക്കാൻ സഹായിക്കും. നന്ദി. അറിവിനായുള്ള അന്വേഷണം, ആത്മപരിശോധന, ചിന്തകൾ, ധ്യാനം എന്നിവയെ ഊന്നിപ്പറയുന്ന ഒരു പരിവർത്തനാത്മക ശാസ്ത്രമാണ് ജ്ഞാനയോഗം. അത് ആത്മസാക്ഷാത്കാരവും പ്രബോധനവും കൈവരിക്കാൻ സഹായിക്കുന്നു. പുരാതന പാരമ്പര്യങ്ങളിൽ വേരുറച്ച ഇത് അഭ്യാസകർക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാനും ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാനും സഹായിക്കുന്നു. ഈ വെല്ലുവിളി നിറഞ്ഞ പാത ബൗദ്ധിക പ്രതിബദ്ധതയും സത്യത്തിനായുള്ള ശക്തമായ ആഗ്രഹവും ആവശ്യമാണ്. അത് വ്യക്തിയെയും ലോകത്തെയും കുറിച്ചുള്ള വ്യക്തതയും ഗാഢമായ ധാരണകളും നൽകുന്നു. ശാരീരിക ബലങ്ങളെക്കാൾ മാനസിക ബലമാണ് ഉണ്ടാവേണ്ടത്. ധ്യാനം അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. J4 ജർണി, അറിവ് കണ്ടെത്തലിന്റെ പാതയിൽ യാത്ര ചെയ്യുക. A4 നർച്ചർ, പോസിറ്റീവ് ചിന്തകൾ, വികാരങ്ങൾ, ഉദ്ദേശ്യങ്ങൾ എന്നിവ വളർത്തുക. A4 അവെയർനെസ്, സ്വയത്തെയും പ്രപഞ്ചത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ വളർത്തുക. A4 നാവിഗേഷൻ, പോസിറ്റീവ് മാറ്റം കൈവരിക്കുന്നതിന് ഊർജം തന്ത്രപരമായി നയിക്കുക. O4 അവേക്കനിംഗ്, ബുദ്ധി വർദ്ധിപ്പിക്കുകയും പ്രവർത്തനങ്ങൾ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമാക്കുകയും ചെയ്യുക. M4 മൈൻഡ്ഫുൾനെസ്, ആത്മജ്ഞാനം തിരിച്ചറിയുന്നതിന് വർത്തമാന നിമിഷത്തെ അവബോധവും ധ്യാനവും ഉൾപ്പെടുത്തുക. ദൈനംദിന ജീവിതത്തിലും സമൂഹത്തിലും ജ്ഞാനയോഗം മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തികൾക്ക് ആത്മപഠനം, ധ്യാനം, ചിന്തകൾ എന്നിവയുടെ ദൈനംദിന ശീലം വളർത്തുകയും ആഴത്തിലുള്ള ആത്മജ്ഞാനത്തിനായി ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെയും മനസ്സിലാക്കുകയും അതിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യാം. അറിവുള്ള വ്യക്തികളുമായി ഇടപഴകുക, ഗ്രന്ഥങ്ങൾ വായിക്കുക, ചർച്ചകളിൽ പങ്കെടുക്കുക എന്നിവ വീക്ഷണകോണുകൾ വികസിപ്പിക്കും. ഈ അനുഭവങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നാം വ്യക്തിപരമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ കരുണയും പ്രബുദ്ധതയും ഉള്ള ഒരു സമൂഹത്തിന് സംഭാവനകൾ നൽകുകയും ചെയ്യുന്നു. നന്ദി.